ഹലോ നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, കാറ്റിൽ പറന്ന സുഗന്ധം എന്ന നോവലിൻ്റെ 19ാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കഥയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ സംസാരിക്കൂ, എനിക്ക് വേറെ ചില എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. സൂരജ് യാത്ര പറഞ്ഞു. പോകും മുമ്പ് നമുക്ക് കാണണം. ഞങ്ങൾ സേതുവിൻ്റെ ഫ്ലാറ്റിലുണ്ടാവും, ഗോപികൃഷ്ണൻ പറഞ്ഞു. സൂരജ് തലകുലുക്കി. വാർഡിൽ നിന്നിറങ്ങുമ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെട്ടു. ഒരു രോഗി സുഖം പ്രാപിക്കുന്നത് ഡോക്ടറുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല, രോഗിയുടെ ശരീരം സഹകരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. ഡോക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം സുഖം പ്രാപിക്കുന്ന രോഗിയുടെ കണ്ണുകളിൽ തെളിയുന്ന ഒരു സന്തോഷത്തിൻ്റെ തിളക്കാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് മടങ്ങുകയായിരുന്ന കൂട്ടുകാരികൾ 3 പേരും. റോഷ്നിയാണ് കാർ ഡ്രൈവ് ചെയ്തത്. സുരഭി ആൻറ്റി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? റോഷ്നി ചോദിച്ചു. ഒരാഴ്ചത്തെ ജോയിനിങ് ടൈമുണ്ട്, പകരമുള്ള ആൾ വന്നില്ല. വന്നു കഴിഞ്ഞ് അമ്മയെ ഓഫീസിൽ നിന്നും റിലീസ് ചെയ്യും. എന്തായാലും 4-5 ദിവസത്തിനകം വരാൻ സാധ്യതയുണ്ട്, ഗാഥ പറഞ്ഞു. ആൻറ്റിയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോഴേ ഒരു ഫാമിലി ഫീലിംഗ് കിട്ടും. ഇപ്പോൾ നമുക്ക് വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഫ്ലാറ്റ്, ധന്യ പറഞ്ഞു. മായച്ചേച്ചിയും കൂടി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അമ്മയ്ക്ക്. ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ, പക്ഷെ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ടോ എന്നാണ് അമ്മ ചോദിച്ചത്. ആൻറ്റിക്ക് നിനക്കും ഒരു റൂം മതിയല്ലോ. മായച്ചേച്ചി എൻ്റെയോ ധന്യയുടെ റൂം ഷെയർ ചെയ്യും, റോഷ്നി പറഞ്ഞു. ആൻറ്റിയും മായച്ചേച്ചിയും വരാൻ പറയടി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ധന്യയും അനുകൂലിച്ചു. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കണം. ആ ഊമക്കത്തല്ലേ സുരഭി ആൻറ്റിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടാൻ കാരണമായത്, റോഷ്നി പറഞ്ഞു. അതെ, ശത്രുക്കൾ മൂലവും ചില നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, ഗാഥ പറഞ്ഞു. ശരിയാണ്, ഓരോ സംഭവത്തിനും ഒരു തുടർച്ച കാണും. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിനും. രാത്രി കഴിക്കാനുള്ള പാർസൽ വാങ്ങിക്കൊണ്ടാണ് പതിവ് പോലെ അവർ ഫ്ലാറ്റിലെത്തിയത്. 3 പേരും കുളി കഴിഞ്ഞ് വന്ന് ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു. ഗാഥ അപ്പോഴേക്കും ചെറു ചൂടുള്ള 3 ഗ്ലാസ് പാല് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നു. ആൻറ്റിയും മായ ചേച്ചിയും വന്നാൽ നമുക്ക് ഈ ജങ്ക് ഫുഡിനോട് വിട പറയാൻ പറ്റും. ഇത് കഴിച്ച് നാവിന് രുചി അറിയാനുള്ള സിദ്ധിന്ന് കൂടി നഷ്ടപ്പെടും. മീറ്ററോളെടുത്ത് ഒന്നുകൂടി കടിച്ചിട്ട് ധന്യ പറഞ്ഞു. ശരിയാ, നമുക്ക് മാളിൽ പോയി ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസും മീനും മേടിക്കണം. അരിയും ആട്ടയും ബാക്കി സാധനങ്ങളും, പിന്നെ ജീവിതം കുശാൽ. പൊതുവെ ആഹാരപ്രിയയായ റോഷ്നി സന്തോഷത്തോടെ 2 കൂട്ടുകാരികളെയും നോക്കി. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാഥയ്ക്ക് സൂരജിൻ്റെ കോൾ വന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം സൂരജ്, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ പറഞ്ഞു. ഓക്കെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവൾക്ക് തിരിച്ചു വിളിക്കാൻ കഴിഞ്ഞത്. ഒന്നുമില്ല ഗാഥെ, നീ പറഞ്ഞിരുന്നില്ലേ അമ്മ വന്നാൽ ചിലപ്പോൾ അവിടെ താമസിക്കാൻ സ്ഥല സൗകര്യം കാണുമെന്ന് സംശയമാണെന്ന്. ഞങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു, ഇനി വേറെ സ്ഥലമൊന്നും നോക്കണ്ട, അവൾ പറഞ്ഞു. വെരി ഗുഡ്. ഞാൻ ഈ കാര്യം സേതു അങ്കിളിനോട് പറഞ്ഞിരുന്നു. അങ്കിൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഫ്ലാറ്റുകൾ റെൻറ്റിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് അറിഞ്ഞത്. അതേക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിച്ചാൽ മതി. സൂരജിൻ്റെ പേഷ്യൻ്റ് മനീഷയെ ഡിസ്ചാർജ് ചെയ്തു. അവളുടെ പേരൻസ് വന്നിട്ടുണ്ട്, നാളെ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യും. എനിക്കത് കാണണമെന്നുണ്ട് ആ കുട്ടിയെ. സാധിച്ചാൽ നാളെ ഞാൻ വരാം, അല്ലെങ്കിൽ മറ്റന്നാൾ. വരൂ, ഞാനിവിടെ ഇല്ലെങ്കിലും വന്ന് കാണണം. ബെഡ് നമ്പർ 74. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സുശീലയുടെ വിളി വന്നത്. അമ്മ വിളിക്കുന്നു, ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ, അയാൾ ചോദിച്ചു. ഓക്കെ, നമുക്ക് നാളെ സംസാരിക്കാം. കോള് കട്ട് ചെയ്തിട്ട് സൂരജ് ഉടൻ തന്നെ സുശീലാദേവിയെ വിളിച്ചു. നീ തിരക്കിലാണോ, സുശീല ചോദിച്ചു. അല്ലമ്മേ, ഞാൻ ക്വാർട്ടേഴ്സിലാണ്, അയാൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഒന്ന് കുളിക്കണം, ഡ്രസ്സ് മാറിയിട്ട് വേണം. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാസത്തിലേറെയായി. അമ്മേ, വരണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിനക്കും ചോറും കറിയും വിളമ്പിത്തരാനും നീ അത് കഴിക്കുന്നത് നോക്കിയിരിക്കുന്നതും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നാളെ ഞാൻ വരുന്നുണ്ട്, ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് സൂരജ് പറഞ്ഞു. എപ്പോൾ? ഉച്ചയ്ക്ക് അവിടെ വന്ന് ഊണ് കഴിക്കാൻ പാകത്തിന്. മറ്റന്നാളെ രാവിലെ തിരിച്ചു പോരണം. സമ്മതം. അതിലമ്മയ്ക്ക് ഒരു വിരോധവുമില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ സൂരജ് അമ്പലപ്പുഴയിലെത്തി.
സുശീല മോനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്, ഫ്രൈ ചെയ്തു. പിന്നെ പച്ച മാങ്ങയിട്ട് മത്തി തേങ്ങയരച്ച് കറി വെച്ചതുണ്ട്. വന്നപ്പോൾ തന്നെ സുശീല അയാളെ കൊതിപ്പിച്ചു. ഉണ്ടിട്ട് ബാക്കി കാര്യം. സൂരജ് രുചിയോടെ ചോറുണ്ടെന്നത് നോക്കി സുശീല ഇരുന്നു. അതിനിടയിൽ അയാൾ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും പറഞ്ഞു. അമ്മേ, ഒരു രസമുണ്ടായി. എനിക്കൊരു അനുജത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിതുവരെ ആഗ്രഹിച്ചില്ല. പക്ഷേ ഒരു കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം വന്നു, അവളെൻ്റെ പെങ്ങളായിരുന്നെങ്കിലെന്ന്. ഏതാ കുട്ടി? അവിടെ പഠിക്കുന്ന ആരെങ്കിലും ആണോ? കൗതുകത്തോടെ സുശീല ചോദിച്ചു. അല്ല, മനീഷ എന്നാണ് പേര്. മനീഷ ആക്സിഡൻ്റായി വന്നത് മുതലുള്ള കാര്യങ്ങൾ സൂരജ് അമ്മയോട് പറഞ്ഞു. അവളുടെ മമ്മിയും ഡാഡിയും ബാംഗ്ലൂരിലാണ്. പക്ഷെ അവൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അമ്മൂമ്മയോടാണ്. അത് കാരണം നെയ്യാറ്റിൻകര അമ്മൂമ്മയോടൊപ്പമാണ് താമസിച്ച് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിൽ? ഡിഗ്രി ഫൈനൽ ഇയർ. ഓൾ സെയിൻറ്റീസ് കോളേജിലാണ്. എന്തൊക്കെയോ ദുരൂഹതകൾ ആ കുട്ടിയുടെ പിന്നിലുണ്ട്. സേതുവങ്കിൾ ഒരു സൂചന മാത്രമേ തന്നുള്ളൂ. വിശദമായി പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. ഡാഡിയുടെ ചായ മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളുടെ ഡാഡി ഗോപികൃഷ്ണൻ അങ്കിളിനെ ബാംഗ്ലൂരിൽ എന്തോ ബിസിനസ്സാണെന്ന് തോന്നുന്നു. എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ട് സൂരജ് പറഞ്ഞു. ഡാഡിയുടെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത്? സംശയത്തോടെ സുശീല ചോദിച്ചു. ഗോപികൃഷ്ണൻ. മമ്മിയുടെ പേര് ദേവിക. ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. അയാൾ മൊബൈലിൽ നിന്നും മനീഷയുടെ ഫോട്ടോ കണ്ടുപിടിച്ച് സുശീലയ്ക്ക് കൊടുത്തു. ആ ഫോട്ടോയിൽ ഉറ്റുനോക്കി നിന്നപ്പോൾ അറിയാതെ അവളുടെ കയ്യിൽ വിറച്ചു. ഇതാ വെച്ചോ. മൊബൈൽ മകനെ ഏൽപ്പിച്ച് സുശീല പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ രണ്ടും പെട്ടെന്ന് നിറഞ്ഞൊഴുകി. അധ്യായം 6. അമ്മേ! പെട്ടെന്ന് ഊണുമുറിയിൽ നിന്നും സൂരജിൻ്റെ വിളി വന്നു. എന്താ മോനെ? അടുക്കളയിൽ നിന്നും കൊണ്ട് തന്നെ സുശീല ചോദിച്ചു. വെള്ളം തന്നില്ല, അവന് കുടിക്കാൻ വെള്ളം കൊടുത്തില്ലല്ലോ എന്ന് അപ്പോഴാണ് സുശീലയ്ക്ക് ഓർമ്മ വന്നത്. ഇപ്പം തരാം. പ്ലാസ്റ്റിക് മഗ്ഗിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് അവൾ അടുക്കളവാതിൽ വഴി വെളിയിലേക്ക് ഇറങ്ങി. അടുക്കള മുറ്റത്തിൻ്റെ അതിർത്തിയിൽ ചുവന്ന ചീര വളർന്നു നിൽപ്പുണ്ടായിരുന്നു. അവൾ അതിൻ്റെ ചുവട്ടിലേക്ക് മുഖം വൃത്തിയായി കഴുകി. കരഞ്ഞത് അവൻ കാണണ്ട. മുഖം തുടച്ചിട്ടാണ് സുശീല ഒരു ഗ്ലാസ് വെള്ളവുമായി സൂരജിൻ്റെ അടുത്തേക്ക് എന്നത്. എന്നിട്ടും അവളുടെ കണ്ണുകളിൽ ഒരു ചുവപ്പ് രാശി ബാക്കിയുണ്ടായിരുന്നു. ഇതാ വെള്ളം. അവളുടെ ഗ്ലാസ് സൂരജിന് നേർക്ക് നീട്ടി. വെള്ളം വാങ്ങിക്കുമ്പോഴാണ് അമ്മയുടെ കണ്ണുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണിൽ പൊടി വല്ലതും വീണോ? ചുവന്നിരിക്കുന്നല്ലോ. സാരമില്ല, അവളെ നിസാരമട്ടിൽ പറഞ്ഞു. അയാൾ വെള്ളം ഒറ്റ വലിപ്പിൽ കുടിച്ചു തീർത്തു. ആ കുട്ടിയെ കാണാറുണ്ടോ? വിഷയം മാറ്റാനായി സുശീല ചോദിച്ചു. ഇന്ന് രാവിലെയും കണ്ടിട്ടാണ് വരുന്നത്. നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കും. അതിനു മുമ്പേ എനിക്കങ്ങ് എത്തണം. മനീഷയുടെ കാര്യമാണ് അമ്മ ചോദിച്ചതെന്ന് സൂരജ് വിചാരിച്ചത്. ഞാൻ ആ ഗാഥയുടെ കാര്യം ഉദ്ദേശിച്ചത്. ഓ, ഞാൻ വിചാരിച്ചു ഗാഥ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, വാർഡിൽ വെച്ച്. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ ആ കുട്ടിയോട് മിണ്ടാതിരിക്കൊന്നും വേണ്ട. സുശീലാദേവിയുടെ മോനല്ലേ ഞാൻ. അക്കാര്യം ഒരിക്കലും ഞാൻ മറക്കില്ല അമ്മേ. അതുകൊണ്ട് അമ്മയ്ക്കൊരു പേടിയും വേണ്ട. ചിരിച്ചുകൊണ്ട് അയാളെ പറഞ്ഞു. എന്നാലും എനിക്ക് വലിയൊരു പേടിയുണ്ട്. എന്താണമ്മേ? ഉത്കണ്ഠയോടെ അയാൾ സുശീലയുടെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും നിനക്കൊരു കല്യാണാലോചന വരുമ്പോൾ അച്ഛനെക്കുറിച്ച് അവർ ചോദിക്കില്ലേ? ഓ, അതോ? അച്ഛൻ മരിച്ചുപോയവർക്കൊക്കെ കല്യാണം നടക്കില്ലേ? സുശീലയ്ക്ക് അതിന് മറുപടിയില്ലായിരുന്നു. വർഷം എത്രയായില്ലേ? ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് മരിച്ചുപോയി എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രയാസം വരില്ല അമ്മേ. സുശീല നിശബ്ദമായി ഇരുന്നതേ ഉള്ളൂ. അമ്മ പേടിക്കണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള ഒരു പെണ്ണിനെ നമുക്ക് കിട്ടാതിരിക്കില്ലെന്നേ കളിമട്ടിൽ അയാൾ പറഞ്ഞു. ഈ മനീഷയെ ഡിസ്ചാർജ് ചെയ്താൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നെയ്യാറ്റിൻകരയ്ക്കോ അതോ ബാംഗ്ലൂർക്കോ? വെറുതെ എന്ന പോലെ സുശീല ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവൾ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. അവധി ദിവസങ്ങളിൽ നെയ്യാറ്റിൻകരയിൽ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകും. അവിടെ പോയിട്ട് വരുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. ആ കുട്ടി എന്താ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം താമസിച്ച് ബാംഗ്ലൂരിൽ പഠിക്കാത്തത്? അവിടെ ധാരാളം നല്ല കോളേജുകളുണ്ടല്ലോ, സുശീല പറഞ്ഞു. അച്ഛൻ്റെ വീടാണോ നെയ്യാറ്റിൻകരയിൽ? നാട്ടിലെ ജീവിതമായിരിക്കും ചിലപ്പോൾ അവൾക്കിഷ്ടം. അല്ല, അമ്മയുടെ വീടാ. അവളുടെ അമ്മയുടെ അമ്മയാണ് പ്രിയദർശിനി അമ്മൂമ്മ. അച്ഛൻ്റെ വീട് എവിടെയാണ്? അതറിയില്ല. അവർ അല്പനേരം നിശബ്ദയായിരുന്നു. നീ പുറത്തേക്ക് പോകുന്നുണ്ടോ? പിന്നെ സുശീല ചോദിച്ചു.
വൈകുന്നേരം അമ്പലത്തിലൊന്ന് പോകണം. പഴയ പരിചയക്കാരെ കാണണമെങ്കിൽ അതേയുള്ളൊരു വഴി, സൂരജ് പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം കിടക്ക്. അവിടെ നിനക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്കിന്ന് 3 മണിക്ക് പൗർണമിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഭാനുമതി ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ചാൽ 4:30 കഴിയും വരാൻ. അമ്മ പോയിട്ട് വാ, എനിക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. നീ വന്ന കാര്യം ആരും അറിഞ്ഞു കാണത്തില്ല, അല്ലെങ്കിൽ പലരും വന്നേനെ. നീ വരാറുണ്ടോ എന്ന് മീറ്റിങ്ങിൽ ആരെങ്കിലും ചോദിച്ചാൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും കേട്ടോ. അമ്മ പറഞ്ഞോളൂ, നമ്മുടെ നാട്ടുകാരല്ലേ, അവർ വരട്ടെ, അയാൾ പറഞ്ഞു. സുശീലയുടെ മകൻ ഡോക്ടർ സൂരജ് കുമാറിനെ സ്വന്തം ഡോക്ടറായിട്ടാണ് നാട്ടുകാർ കാണുന്നത്. സൂരജ് വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമായി പലരും വരും. അവരെയൊക്കെ പരിശോധിച്ച് അയാൾ മരുന്നുകൾ നിർദ്ദേശിക്കാറുണ്ട്. 2:30 ആയപ്പോൾ സുശീല കുടുംബശ്രീയുടെ മീറ്റിങ്ങിൽ പോയി. തിരിച്ചു വന്നപ്പോൾ 5 മണിയായി. ചായ തരായിപ്പോൾ, അവൾ പറഞ്ഞു. ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. അയാൾ കുളി കഴിഞ്ഞ് വേഷം മാറ്റി വന്നപ്പോൾ സുശീല ചായ ഉണ്ടാക്കി കൊടുത്തു. 2 പേരും ഒന്നിച്ചിരുന്നാണ് ചായ കുടിച്ചത്. രാവിലെ നിനക്ക് എപ്പോൾ പോകണം? സുശീല ചോദിച്ചു. 5 മണിക്കെങ്കിലും ഇറങ്ങണം, സൂരജ് പറഞ്ഞു. വിനോദിനെ വിളിച്ചു പറയാം, അവൻ വരും. ഓട്ടോക്കാരനാണ് വിനോദ്. അയാളുടെ ഭാര്യ പൗർണമി കുടുംബശ്രീയിലൊരു അംഗവുമാണ്. വൈകുന്നേരം മുണ്ടും ഷർട്ടും ധരിച്ച് റബ്ബർ ചെരുപ്പും കാലിലിട്ടാണ് സൂരജ് അമ്പലത്തിലേക്ക് പോയത്. മുണ്ട് മടക്കി കുത്തി അങ്ങനെ നടക്കുമ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്തൊരു ശാന്തിയും സംതൃപ്തിയും തോന്നി. ഏതു നഗരത്തിലെ തിരക്കിൽ അലിഞ്ഞു നടന്നാലും അലിഞ്ഞു ചേർന്നാലും തൻ്റെ ഉള്ളിലുള്ള ഈ നാട്ടിൻപുറത്തുകാരൻ ജീവനോടെ ഉണ്ടാവും. അമ്പലത്തിൽ വച്ച് പണ്ട് സ്കൂളിൽ പഠിച്ച 2-3 ചങ്ങാതിമാരെ കണ്ടു. അവരുമായിട്ട് പഴയ കാര്യങ്ങൾ സംസാരിച്ച് അല്പനേരം നിന്നു. അന്നു രാത്രിയിലും ചോറായിരുന്നു ഭക്ഷണം. രാത്രിയിലെ ചോറുണ്ണുന്നത് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ്. കഴിക്കുമ്പോൾ സൂരജ് പറഞ്ഞു, പക്ഷേ അവിടെ ചൂടോടെ തട്ടുദോശ കിട്ടുമല്ലോ. അത് ശരിയാണ്, പക്ഷെ പതിവായി അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. സാരല്ല, ഈ കോഴ്സ് കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി കിട്ടും. അപ്പോൾ ഒരു വാടകയ്ക്ക് വീടെടുക്കാം, താമസിക്കണം. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ അതേയുള്ളൂ മാർഗം, സുശീല പറഞ്ഞു. അമ്മ വരുമ്പോൾ അപ്പം എൻ്റെ കൂടെ താമസിക്കാൻ? സൂരജ് ചോദിച്ചു. നീ കഴിഞ്ഞല്ലേ, എനിക്ക് വേറെ എന്തേ ഉള്ളൂ, സുശീല പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ 4 മണിയായപ്പോൾ അവൾ ഉണർന്നു. സൂരജ് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ വിളിച്ചുണർത്താൻ അമ്മയ്ക്ക് തോന്നിയില്ല. ഇതുപോലെ സ്വസ്ഥമായി ഉറങ്ങാൻ വീട്ടിൽ വരുമ്പോഴല്ലേ സാധിക്കൂ. എങ്കിലും 4:30 ആയപ്പോൾ സൂരജ് ഉണർന്നു. 5 മണിക്ക് മുമ്പ് വിനോദ് ഓട്ടോയുമായി വന്നു. അപ്പോഴേക്കും സൂരജ് വേഷം ധരിച്ച് ചായ കുടിച്ച് തയ്യാറായി നിന്നിരുന്നു. പോയിട്ട് വരാം അമ്മേ. അയാൾ ഓട്ടോയിലേക്ക് കയറി. ഇവനെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടേ വരാവൂ കേട്ടോ, വിനോദേ, സുശീല പറഞ്ഞു. അത് ചേച്ചി പ്രത്യേകം പറയണോ? ഓട്ടോയുടെ പിന്നിൽ ചുവന്ന വെളിച്ചം റോഡിലേക്ക് ഇറങ്ങി വളവ് തിരിഞ്ഞ് ഇരുട്ടിലേക്ക് മറഞ്ഞപ്പോൾ സുശീല മുൻവാതിലടച്ച് ബോൾട്ടിട്ട് അവളുടെ മുറിയിലേക്ക് ചെന്നു. അവൾ നിലത്ത് കുന്തിച്ചിരുന്ന കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു സ്യൂട്ട് കേസ് വലിച്ചെടുത്തു. പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു അത്. സ്യൂട്ട് കേസ് തുറന്ന് മടക്കി വെച്ചിരുന്ന പഴയ സാരികളുടെ കീഴിൽ നിന്നും പഴക്കമുള്ള ഒരു ഡയറി തപ്പിയെടുത്തു. ഡയറിയുമായി അവൾ കട്ടിലിലിരുന്നു. ഡയറിക്കുള്ളിൽ ഭദ്രമായി വെച്ചിരുന്ന ഒരു നിറം മങ്ങിയ കളർ ഫോട്ടോ എടുത്ത് അവൾ നോക്കി. മോട്ടോർ സൈക്കിളിൽ ചാരി കൈകൾ കെട്ടി അല്പമൊന്ന് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കോളേജ് കുമാരൻ്റെ ഫോട്ടോ ആയിരുന്നു അത്. സൂരജ് മൊബൈലിൽ കാണിച്ച മനീഷ എന്ന പെൺകുട്ടിയുടെ മുഖത്തിൻ്റെ അതേ ആകൃതിയായിരുന്നു ആ ഫോട്ടോയിലുള്ള കോളേജ് കുമാരൻ്റെ മുഖത്തിനും. ഗോപികൃഷ്ണൻ എന്ന പേര് നാട്ടിൽ എത്രയോ പേർക്ക് കാണും, അതുകൊണ്ട് ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സുശീല ആ ഫോട്ടോയിൽ നിന്നും കണ്ണുകൾ എടുക്കാനാവാതെ അങ്ങനെയിരുന്നു. അപ്പോൾ ആരോ ഇടയ്ക്ക വായിക്കുന്നതിൻ്റെ നേരിയ ശബ്ദം അകലെ നിന്നും ഒഴുകി വരുന്നത് പോലെ അവൾക്ക് തോന്നി. സുരഭിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കി മായ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നു. ഇന്നുകൂടി ഇവിടുത്തെ ഓഫീസിൽ പോയാൽ മതി, നാളെ രാവിലെ തിരുവനന്തപുരത്തിന് പോകുന്നു. സുരഭി വന്ന് ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെച്ചു. വിജയ ചേച്ചിയോട് പറയണ്ടേ? മായ ചോദിച്ചു. പറയാൻ പോവുകയാണ്, തീരുമാനമെടുക്കാനുള്ള സമയം കൊടുക്കണമല്ലോ. നാളെ നമ്മൾ പോവല്ലേ, അതാ ഞാൻ പറഞ്ഞത്. പത്രം വായിച്ചുകൊണ്ട് വിജയലക്ഷ്മി സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിൽ പോകാനായി സുരഭി സിറ്റൗട്ടിലേക്ക് ചെന്നു നിന്നു. എനിക്ക് ചേച്ചിയോടൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന അർത്ഥത്തിൽ വിജയലക്ഷ്മി കണ്ണടയ്ക്ക് മുകളിലൂടെ അവളെ നോക്കി. നിങ്ങളുടെ എല്ലാം സഹായം കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ ആയല്ലോ. എനിക്ക് പകരമുള്ള ആൾ ഇന്ന് വരും. നാളെ ഞാൻ തിരുവനന്തപുരത്തിന് പോകും. നിനക്ക് എവിടെ വേണമെങ്കിലും പോകരുതോ?
പുച്ഛസ്വരത്തിൽ വിജയലക്ഷ്മി പറഞ്ഞു. എനിക്കറിയാം, വല്ലവരുടെയും കാല് പിടിച്ച് നീ അങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചതാ. എന്നോടെന്തിനാ പറയുന്നത്? എവിടാണെന്ന് വെച്ചാൽ ഞാൻ തനിച്ചല്ല പോകുന്നത്, മായയും കൊണ്ടുപോകും. അതെന്തിനാ? ഞെട്ടലോടെ വിജയലക്ഷ്മി അവളെ നോക്കി. ഗാഥയുടെ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനാ അവളെ ഞാൻ കൊണ്ടുപോകുന്നത്, സുരഭി പറഞ്ഞു. അതിനവിടെ ജോലിക്കാരികളെ കിട്ടുമല്ലോ. വേറെ വല്ലവരെയും എനിക്ക് വേണ്ട, മായയെ മതി. അപ്പോൾ ഇവിടെ ആരാ ആഹാരം ഉണ്ടാക്കുന്നത്? ചേച്ചിക്ക് വേലക്കാരിയെ വെക്കാമല്ലോ, അതാ നല്ലത്. വിശ്വസിച്ച് ആരെയും വീട്ടിൽ കയറ്റി താമസിക്കാൻ പറ്റത്തില്ല, അതൊന്നും ശരിയാകത്തില്ല, വിജയലക്ഷ്മി ഷടിച്ചു. നാളെ രാവിലെ മായയും ഞാനും പോകും. ചേച്ചിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. സുരഭി പിന്നെ അവിടെ നിന്നില്ല. അവൾ കാറിൽ കയറി ഓഫീസിലേക്ക് പോയി. വിജയലക്ഷ്മി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ഒന്നും അറിയാത്ത ഭാവത്തിൽ മായ പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എടി മായേ, വിജയലക്ഷ്മി വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നീയും പോവുകയാണോ അവളുടെ കൂടെ? ചെല്ലണമെന്ന് പറഞ്ഞു ചേച്ചി. നീ പോകണ്ട. നീ പോയാൽ ഇവിടെ എൻ്റെ കൂടെ ആരാ ഉള്ളത്? ഞാൻ ചെന്നാലേ സുരഭി ചേച്ചി എനിക്ക് ശമ്പളം തരൂ, മായ പറഞ്ഞു. ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് വിജയലക്ഷ്മി പറയുമോ എന്ന് അവൾ ഭയന്നു. പറഞ്ഞില്ല. പക്ഷെ ഞാൻ തനിയെ ഇവിടെ എന്തു ചെയ്യും? നിസ്സഹായതയോടെ വിജയലക്ഷ്മി ചോദിച്ചു. ശരിയാ, ചേച്ചി സൂക്ഷിക്കണം. സന്ധ്യയ്ക്ക് മുമ്പേ ജനലും വാതിലൊക്കെ അടച്ച് കുറ്റിയിടണം. രാത്രി ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ നോട്ടമിട്ട് തന്നെ നടക്കുന്ന ചില ആഭാസന്മാരുണ്ട്. നമ്മൾ പത്രത്തിലും ടി വിയിലൊക്കെ വാർത്ത കാണുന്നതല്ലേ. വിജയലക്ഷ്മി അവളെ പകച്ചു നോക്കി. ചേച്ചി മാലയും കമലൊക്കെ ഊരിയെടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടുന്നതാണ് നല്ലത്. പകലവർ നോക്കി വെച്ചിട്ട് രാത്രിയിൽ തലക്കടിച്ച് കൊന്ന ആഭരണം തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന കഥകൾ നമ്മൾ കുറേ കേട്ടിട്ടില്ലേ. മായ അതുകൂടി പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി ശരിക്കും പേടിച്ചു. എന്നാൽ പിന്നെ ഞാൻ ജയശ്രീയുടെ കൂടെ പോയി താമസിക്കും, അതാ നല്ലത്, വിജയലക്ഷ്മി പറഞ്ഞു. ശരിയാ, ചേച്ചിക്കും അനിയത്തിക്കും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് സമയവും കളയാം. ജയശ്രീ ചേച്ചിക്ക് മിണ്ടാനൊരാളിനെയും കിട്ടും. വിജയലക്ഷ്മി ഒന്ന് നെടുവീർപ്പെട്ടു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ രക്തമല്ലേ. ഞാൻ ചെന്നാൽ അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. വിജയലക്ഷ്മി അവരുടെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. എന്നിട്ട് മൊബൈലെടുത്ത് രാഹുലിനെ വിളിച്ചു. എടാ മോനെ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയല്ലോ. എന്തു പറ്റി വിജയമ്മച്ചി? അവൻ ചോദിച്ചു. നീ ഇപ്പോൾ എവിടെയാ? ഞാൻ ഓഫീസിലാണ്, കമ്പനിയുടെ. നാളെ സുരഭി തിരുവനന്തപുരത്തിന് പോവാ. ജോലിക്കാരി പെണ്ണിയും കൊണ്ടുപോകും. അതെന്തിനാ? അമ്മയ്ക്കും മോൾക്കും വെച്ച് വിളമ്പാൻ, അല്ലാതെന്തിനാ? അപ്പോൾ വിജയമ്മച്ചി അവിടെ തനിച്ചാകുമല്ലോ. അതെ, അതാ എൻ്റെ ഒരു പേടി. കാലം വല്ലാത്തതല്ലേടാ മോനെ. എന്നാൽ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ, രാഹുൽ ചോദിച്ചു. എന്തുവാ മോനെ? വിജയമ്മച്ചി എങ്ങോട്ടും പോകുന്നില്ല, അവിടെ തന്നെ താമസിക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാ, അത് പറ്റത്തില്ല. പകൽ അവിടെ താമസിക്കാൻ പേടിയുണ്ടോ? അതില്ല. രാത്രിയിൽ പക്ഷെ പറ്റത്തില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഞാനങ്ങ് വരും. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. അത് കൊള്ളാം, വിജയലക്ഷ്മിക്ക് സന്തോഷമായി. ഇത് പറ്റിയൊരു ചാൻസാണ് വിജയമ്മച്ചി, ആ വീട് കൈക്കലാക്കാൻ. ഇനി നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. വിജയമ്മച്ചിയുടെ ആങ്ങളെ അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ലേ അത്. നമുക്കും അതിൽ അവകാശമുണ്ട്. എന്നാലും അതിൻ്റെ അവകാശം അവളല്ലേടാ. അതൊക്കെ ശരിയാ. തുടക്കത്തിൽ വിജയമ്മച്ചിയും ഞാനും കൂടി അവിടെ താമസിപ്പിക്കുന്നു. ഒരു മാസം കഴിഞ്ഞ് അമ്മയും ശീതളും കൂടി അവിടേക്ക് താമസം മാറുന്നു. ഞങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം, രാഹുൽ പറഞ്ഞു. നിനക്ക് ബുദ്ധിയുണ്ടടാ മോനെ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നാളെ വൈകുന്നേരം നീങ്ങി വന്നാൽ മതി, വിജയലക്ഷ്മി പറഞ്ഞു. ഊണും കഴിച്ച് പുതിയ തീരുമാനത്തെക്കുറിച്ച് മായയോട് അവർ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നില്ലടി. എനിക്ക് വേറൊരു വീട്ടിൽ പോയി താമസിച്ചാൽ ഇത്രയും സ്വസ്ഥത കിട്ടത്തില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് പേടിയില്ലേ ചേച്ചിക്ക്? ഞാൻ രാഹുൽ മോനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ രാത്രിയിൽ വന്ന് കൂട്ടുകിടന്നോളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, നിഷ്കളങ്ക ഭാവത്തിൽ അവർ പറഞ്ഞു. മായ പിന്നെ ഒന്നും വേണ്ടിയില്ല. അന്ന് വൈകുന്നേരം പതിവിലും നേരത്തെ സുരഭി ഓഫീസിൽ നിന്നും വന്നു. എനിക്ക് പകരമുള്ള ഓഫീസർ വന്നുമായേ. ചാർജ് കൈമാറിയിട്ട് ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി. നമ്മൾ പോയാലും വിജയമ്മച്ചി ഇവിടുന്ന് പോകത്തില്ല, മായ പറഞ്ഞു. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കാനോ? അത് ശരിയാവത്തില്ല. ഞാൻ ശരിക്കൊന്നും പേടിപ്പിച്ചു. അത് കേട്ടപ്പോൾ ഇന്ന് തന്നെ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉച്ചയായപ്പോഴേക്കും പ്ലാൻ മാറി. രാഹുൽ മോൻ രാത്രിക്ക് കൂട്ടുകൊടുക്കാൻ വരുമെന്ന്. കാതയ്ക്കായിരുന്നു നിർബന്ധം. വിജയലക്ഷ്മിയെ വീട്ടിൽ നിന്നും ഒഴിവാക്കണമെന്ന്.
നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ സ്വന്തം വീട്ടിൽ സകല സംരക്ഷണയും കൊടുത്ത് താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് അവൾ പറഞ്ഞത്. അതിൽ ന്യായമുണ്ടെന്ന് സുരഭിക്ക് തോന്നുകയും ചെയ്തു. സുരഭി ഉടൻ തന്നെ ഗാഥയെ വിളിച്ച് വിവരം പറഞ്ഞു. അത് വേണ്ടമ്മേ, അത് ശരിയാവത്തില്ല. ആ സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്നതിലും അപകടമാണ് അനിയത്തിയുടെ മോനെ നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ഗാഥ എതിർത്തു. പക്ഷെ നമ്മളെന്ത് ചെയ്യും മോളെ? രാഹുൽ ചേട്ടൻ താമസിച്ച കൂട്ടുകാരന്മാരെയൊക്കെ അവിടെ കൊണ്ടുവരും. മദ്യപാന സൽക്കാരമൊക്കെ നടക്കും. നമ്മുടെ വീട് അതിനൊക്കെ വിട്ടുകൊടുക്കണം. ശരിയാ മോളെ, അതും അതിനപ്പുറവും നടന്നെന്ന് വരും. അതുമാത്രമല്ല, അവരെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനും പറ്റിയെന്ന് വരില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ? നിസ്സഹായതയോടെ സുരഭി ചോദിച്ചു. നിങ്ങൾ നാളെ രാവിലെ 5 മണിക്ക് പുറപ്പെടാനല്ലോ ഉദ്ദേശിക്കുന്നത്? ഗാഥ ചോദിച്ചു. അതെ, ആ സ്ത്രീ അവിടെ ആക്കിയിട്ട് അങ്ങനെ വരണ്ട. രാവിലെ 9 മണി വരെ സമയം കൊടുക്ക്. എന്നിട്ടും പോയില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നു. അമ്മ രാഹുലേട്ടനെ വിളിച്ചു പറ ആൻറ്റിയെ കൊണ്ടുപോകാൻ. എന്ത് പറയുമെന്ന് അറിയട്ടെ. എന്തായാലും വിവരം എന്നെ അറിയിക്കണം, ഗാഥ പറഞ്ഞു. ശരി മോളെ. സുരഭി കോള് കട്ട് ചെയ്തു. എന്നിട്ട് ആലോചനയോടെ ഇരുന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഗാഥ പറഞ്ഞത് ശരിയാണ്. ഈ വീട്ടിൽ വേറെ ആരും കയറി താമസിക്കാൻ പാടില്ല. വീട് നശിപ്പിക്കും. പിന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. മടിയോടെയാണെങ്കിലും സുരഭി മൊബൈലെടുത്ത് രാഹുലിനെ വിളിച്ചു. എന്താ ആൻറ്റി? അവനുടൻ ഫോണെടുത്തു. രാഹുൽ വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. നാളെ രാവിലെ ഞാനും മായും തിരുവനന്തപുരത്തിന് പോവുകയാണ്. വിജയമ്മ ചേച്ചി ഒറ്റയ്ക്കോടെ താമസിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അതിനാൻ്റെ പേടിക്കണ്ട, ഞാൻ വന്ന് താമസിച്ചോളും. വിജയമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, അവൻ പറഞ്ഞു. ചേച്ചിയെ രാഹുൽ നിങ്ങളുടെ വീട്ടിലേക്ക് തൽക്കാലം കൊണ്ടുപോകും. എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുന്നത് വരെ മാത്രം മതി. നാളെ രാവിലെ 9 മണിക്ക് ഞങ്ങൾ പോകൂ. അതിനു മുമ്പ് ചേച്ചി ഇവിടുന്ന് പോയാൽ ഉപകാരമായിരുന്നു. വിജയമ്മച്ചി എങ്ങോട്ടും പോകുന്നില്ല, ആ വീട്ടിൽ തന്നെ താമസിക്കും. അവിടെ നിന്ന് ഇറക്കി വിടാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കാനും പോകുന്നില്ല. രാഹുൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ഉടൻ തന്നെ സുരഭി അക്കാര്യം ഗാഥയെ വിളിച്ചറിയിച്ചു. അമ്മയ്ക്കിവിടെ ജോയിൻ ചെയ്യാൻ ഒരാഴ്ചത്തെ സമയമുണ്ടല്ലോ. നാളെ എന്തായാലും അമ്മ ഇങ്ങോട്ട് വരണ്ട, ഗാഥ പറഞ്ഞു. ശരി മോളെ. യാത്ര പോകാൻ തലേന്ന് തന്നെ പെട്ടിയും ബാഗും ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ അന്ന് രാത്രിയിൽ സുരഭിക്ക് ഉറക്കം വന്നതേയില്ല. പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ രാഹുലിൻ്റെ കാറ് ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു. ശബ്ദം കേട്ട് സുരഭി വന്ന് നോക്കി. കാറിൽ നിന്ന് വലിയ 2 സൂട്ട് കേസും എടുത്ത് രാഹുൽ ഇറങ്ങി. അതുകൊണ്ട് അവൾ പെട്ടെന്ന് പിൻവലിഞ്ഞു. അധ്യായം 7. ഇരു കൈകളിലും സ്യൂട്ട് കേസുമായി രാഹുൽ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അവനൊന്ന് സംശയിച്ചു നിന്നെങ്കിലും സ്യൂട്ട് കേസ് നിലത്ത് വെച്ചിട്ട് കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ബെല്ല് മുഴങ്ങിയപ്പോൾ സുരഭി അനങ്ങാതെ നിന്നതേയുള്ളൂ. വാതിൽ തുറന്നില്ലെങ്കിൽ അവൻ എങ്ങനെ ഉള്ളിലേക്ക് കയറി വരും? പക്ഷേ വിജയലക്ഷ്മി വേഗം ചെന്ന് വാതിൽ തുറന്നു. അല്ല, നീ വന്ന മോനെ, ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. വിജയമ്മച്ചി എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാൻ വരാതിരിക്കുന്നോ? കണ്ടില്ലേ, എൻ്റെ സകല ഡ്രസ്സും മറ്റും സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു പേടിയും വേണ്ട, നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ താമസിക്കും. ഇനി സൂട്ട് കേസുകൾ നിലത്തേക്ക് വെച്ചിട്ട് രാഹുൽ അധികാരഭാവത്തിൽ സോഫയിലേക്ക് ഇരുന്നു. അവരിതുവരെ പോയിട്ടില്ല, ശബ്ദം താഴ്ത്തി വിജയലക്ഷ്മി പറഞ്ഞു. അറിയാം, 9 മണിക്ക് മുമ്പ് ഇറങ്ങിക്കൊടുക്കണമെന്നല്ലേ ലാസ്റ്റ് വാണിങ്. ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ, അവൻ ഗർവോട് പറഞ്ഞു. സുരഭി മെല്ലെ സ്വീകരണ മുറിയിലേക്ക് വന്നു. അവളെ കണ്ട് കൃത്രിമ ബഹുമാനത്തോടെ പെട്ടെന്ന് രാഹുൽ എഴുന്നേറ്റു. അല്ല, ആൻറ്റി ഇതുവരെ തിരുവനന്തപുരത്തിന് പോയില്ലേ? വിജയമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട, ഞാനിവിടെ താമസിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 2 സ്യൂട്ട് കേസ് നിറയെ എൻ്റെ സാധനങ്ങളാണ്, അവൻ പറഞ്ഞു. രാഹുലിനോട് ഞാൻ മര്യാദയുടെ ഭാഷയിലല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ ആരെയും താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. വിജയമ്മ ചേച്ചിയും രാഹുൽ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ തിരിച്ചു വരുന്നത് വരെ മാത്രം മതി, സുരഭി പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ വിജയമ്മ ചേച്ചി താമസിച്ചാൽ ശരിയാവത്തില്ല. ആൻറ്റിയോട് ഞാൻ കാര്യം തുറന്നു പറയാമല്ലോ. എൻ്റെ അമ്മയും വിജയമ്മച്ചിയും മുന്നാളാണ്. അവർ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകത്തില്ല, എന്നും അടിയായിരിക്കും. ഞങ്ങൾക്കവിടെ ഒരു മനസമാധാനം കിട്ടത്തില്ല. ശരിയാ, ജയശ്രീയും ഞാനും തമ്മിൽ ചേരത്തില്ല സുരഭി. ഞാൻ ഇവിടെ താമസിച്ചോളാം.
വീടിൻ്റെ താക്കോല് നിന്നിട്ട് മായയും നീയും കൂടി പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും രാഹുൽ മോനും കൂടി നോക്കിക്കോളാം, വിജയലക്ഷ്മി പറഞ്ഞു. ആൻറ്റിയുടെ റൂം താഴത്തെ നിലയിലല്ലേ? ആ റൂം ഞാൻ ഉപയോഗിച്ചോളാം. അതിലെന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ഗാഥയുടെ മുകളിലത്തെ മുറിയിലേക്ക് ഞാൻ പോയിക്കോളാം, സൗമനസ്യം ഭാവിച്ച് അവൻ പറഞ്ഞു. അപ്പോഴാണ് രാഹുലിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അവൻ അതെടുത്ത് നോക്കി. പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു അത്. ഒന്നും മടിച്ചെങ്കിലും അവൻ ആ കോൾ എടുത്തു. ഹലോ, ഇത് രാഹുലാണോ? ഒരു പരുക്കൻ പുരുഷസ്വരം ചോദിച്ചു. അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ചക്രപാണി. അറിയാതെ അവനൊന്ന് ഞെട്ടി. താനിപ്പോൾ എവിടെയുണ്ട്? വീട്ടിലാണ് സർ, അവൻ പറഞ്ഞു. തൻ്റെ വീട്ടിലാണോ? അല്ല സർ, ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ്. ഓടുന്ന വണ്ടിയിലിരുന്നു കൊണ്ടാണ് ഇൻസ്പെക്ടർ സംസാരിക്കുന്നതെന്ന് രാഹുലിന് തോന്നി. റോഡിലെ ട്രാഫിക്കിൻ്റെ ശബ്ദം ഫോണിലൂടെ അവൻ കേട്ടു. ഏത് ബന്ധുവിൻ്റെ? എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലാണ് സർ. അവിടെ ആരുണ്ടപ്പോൾ? അങ്കിളിൻ്റെ വൈഫ് സുരഭി ആൻറ്റി. ആ വീട്ടിൽ തനിക്കെന്താണ് കാര്യം? ആൻറ്റിക്ക് തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫറായി, ഇന്ന് പോകും. അങ്കിളിൻ്റെ മൂത്ത ചേച്ചി ഈ വീട്ടിലാണ് താമസം. ഒറ്റയ്ക്കാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ വന്നാണ് സർ, അവൻ പറഞ്ഞു. അക്കാര്യത്തിൽ സുരഭിക്ക് സമ്മതമാണോ? ഇൻസ്പെക്ടർ ചോദിച്ചു. അവൻ മിണ്ടിയില്ല. തനിക്കെന്താ ചെവി കേട്ടൂടെ? സുരഭിയുടെ സമ്മതത്തോടു കൂടെയാണോ താൻ ആ വീട്ടിൽ താമസിക്കാൻ ചെന്നിരിക്കുന്നതെന്ന്? അതെ സർ. ഫോൺ വെച്ചോ. ആശ്വാസത്തോടെ രാഹുൽ കോള് കട്ട് ചെയ്തു. എന്നിട്ട് സുരഭിയൊന്ന് നോക്കി. അതിനിടയിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അല്ലേ? അവരെ ഒന്ന് എന്നെ മൂക്കിലേക്ക് അങ്ങ് വെറ്റുമെന്ന് വിചാരിച്ചോ? പരിഹാസത്തോടെ അവൻ ചോദിച്ചു. ഞാൻ പോലീസിലൊന്നും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല, സുരഭി പറഞ്ഞു. സർക്കിൾ ഇപ്പോഴെന്നെ വിളിച്ചത് നിങ്ങൾ പരാതി കൊടുക്കാതെ അയാൾ പിന്നെ മണത്തറിഞ്ഞോ? അരിശത്തോടെ രാഹുൽ ചോദിച്ചു. ഞാൻ പരാതി കൊടുത്തിട്ടില്ല, പക്ഷെ രാഹുൽ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കും, ഉറച്ച സ്വരത്തിൽ സുരഭി പറഞ്ഞു. എന്നാൽ അതൊന്ന് കാണണമല്ലോ. എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വീടാണിത്. കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയാണിത്. ഗിരീഷ് അങ്കിള് അതിലൊരു വീട് വെച്ചെന്നേ ഉള്ളൂ. എനിക്കെന്നല്ല, തറവാട്ടിൽപ്പെട്ട എല്ലാവർക്കും ഇതിൽ അവകാശമുണ്ട് ഇവിടെ വന്ന് താമസിക്കാൻ. രാഹുൽ സംസാരിച്ചു കൊണ്ട് നിൽക്കെ ഒരു പോലീസ് ജീപ്പ് കയറ്റുകിടന്ന് ഉള്ളിലേക്ക് വന്നു. അത് കണ്ടതോടെ അവൻ്റെ ഒച്ച താഴ്ന്നു. ജീപ്പിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ ചക്രപാണിയും 2 പോലീസുകാരും ഇറങ്ങി. സുരഭിക്കൊന്നും മനസ്സിലായില്ല. ആര് പറഞ്ഞിട്ടാണ് പോലീസ്? അവൾ വേഗം സിറ്റൗട്ടിലേക്ക് ചെന്നു. അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരഭി മാഡം അല്ലേ? ചക്രപാണി ചോദിച്ചു. അതെ സർ, ഞാനാണ്, അവൾ പറഞ്ഞു. അയാൾ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. ഇവിടെ എന്താണ് പ്രശ്നം? അത് സർ, തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ കിട്ടി ഞാനും എൻ്റെ സെർവൻറ്റും കൂടി അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ ചേച്ചി ഇവിടെ ആണ് താമസം. ആ ചേച്ചിക്ക് സഹായമെന്ന വ്യാജേന അനുജത്തിയുടെ മകൻ ഇവിടെ ബലമായി താമസിക്കാൻ വന്നിരിക്കുന്നു. മാഡത്തിന് അതിൽ താല്പര്യമില്ലേ? ഇല്ല സർ. അവനെ വിളിക്കൂ. സുരഭി അകത്തേക്ക് ചെന്ന് രാഹുലും വിജയലക്ഷ്മിയും പരിഭ്രമം മറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു സ്വീകരണ മുറി. 2 പേരെ ഇൻസ്പെക്ടർ വിളിക്കുന്നു, അവൾ പറഞ്ഞു. അതിന് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, ഭയത്തോടെ വിജയലക്ഷ്മി പറഞ്ഞു. വരുന്നില്ലെന്ന് പറയട്ടെ. പിന്നെ വിസമ്മതമൊന്നും കാണിക്കാതെ രാഹുലും വിജയലക്ഷ്മിയും സിറ്റൗട്ടിലേക്ക് ചെന്നു. പിന്നാലെ സുരഭിയും. നീയാണോടാ രാഹുലേ? ചക്രവാണി ചോദിച്ചു. അതെ സർ, അവൻ പറഞ്ഞു. ഇത് നിൻ്റെ വീടാണോ? അല്ല. പിന്നെ നിനക്കെന്താ ഇവിടെ കാര്യം? സർ, അത് പിന്നെ സുരഭി ആൻറ്റി ഇവിടുന്ന് പോകുമ്പോൾ വിജയമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്ന സേഫല്ലല്ലോ എന്ന് വിചാരിച്ച, രാഹുൽ വിശദീകരിച്ചു. ഇവനിവിടെ താമസിക്കുന്ന മാഡത്തിന് സമ്മതമാണോ? സുരഭിയുടെ നേർക്ക് തിരിഞ്ഞ് ചക്രവാണി ചോദിച്ചു. അല്ല സർ, ഞാൻ ആ കാര്യം പലവട്ടം പറഞ്ഞതാ, എന്നിട്ട് പോകാതെ എന്നെ ഭീഷണിപ്പെടുത്തിയാണ്, സുരഭി പറഞ്ഞു. കേട്ടല്ലോ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. വേഗം സ്ഥലം വിട്, ആജ്ഞാസ്വരത്തിൽ ചക്രവാണി പറഞ്ഞു. രാഹുലൊന്നും മടിച്ചു നിന്നു. പറഞ്ഞത് കേട്ടില്ലടാ? അതോ ഞങ്ങളുടെ കൈക്ക് ജോലി ഉണ്ടാക്കിയ നീ മടങ്ങുകയുള്ളൂ? ചക്രവാണി പെട്ടെന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഞാൻ പോകാം സർ, നിസ്സഹായതയോടെ അവൻ പറഞ്ഞു. ചക്രവാണി പിടിവിട്ടു. രാഹുൽ സ്യൂട്ട് കേസ് എടുക്കാനായി അകത്തേക്ക് പോയി. എന്താണ് നിങ്ങളുടെ പേര്? വിജയലക്ഷ്മിയോട് അയാൾ തിരക്കി. വിജയലക്ഷ്മി, അവർ ഭീതിയോടെ പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് കഴുത്ത് ഞെരിച്ചും തലക്കടിച്ചുകൊണ്ടും പണവും സ്വർണമൊക്കെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കേസുകൾ ഇപ്പോൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചക്രവാണി ചോദിച്ചു. ഇല്ല സാർ, ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിക്കോളാം, ഞെട്ടി വിറച്ച് വിജയലക്ഷ്മി പറഞ്ഞു. അതാരാ ഈ അനിയത്തി?
രാഹുലിൻ്റെ അമ്മ, എൻ്റെ അനിയത്തി സാറേ. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണല്ലോ. വേഗം ചെന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വാ. ഒരു സാധനം എടുക്കാൻ മറക്കണ്ട. പിന്നെ വീട്ടിൽ കയറാൻ പറ്റിയെന്ന് വരത്തില്ല. വിജയലക്ഷ്മി വേഗം അകത്തേക്ക് പോയി. രാഹുലുമായി അവരെന്തോ സംസാരിക്കുന്നത് കേട്ടു. മാഡത്തിന് SP പരിചയമുണ്ടോ? പെട്ടെന്ന് ആദരവോടെ ചക്രവാണി ചോദിച്ചു. ആലപ്പുഴയിൽ നിന്നും SP നേരിട്ടാ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചത്. അതാ ഞാൻ ഓടി വന്നത്. അവനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു ക്രിമിനൽ ലുക്കുണ്ട്. ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ മോനാണ് സാർ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രക്തബന്ധമുള്ളവരെ പോലും ദ്രോഹിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സംഭവങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, ചക്രവാണി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സ്യൂട്ട് കേസുകൾ രണ്ടും രാഹുൽ കാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്നു. പിന്നെ അവൻ വിജയലക്ഷ്മിയുടെയും 2 പെട്ടികളും ഒരു എയർ ബാഗും എടുത്തുകൊണ്ട് വന്നു. പിന്നാലെ വിജയലക്ഷ്മിയും. രണ്ടുപേരും ആരുടെയും മുഖത്തേക്ക് നോക്കിയതേയില്ല. അവർ കാറിൽ ചെന്ന് കയറി. ശരി മാഡം, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്റ്റേഷനിലേക്ക് പറയണം. ഉടൻ ഞാൻ വന്നോളാം, ചക്രവാണി പറഞ്ഞു. താങ്ക് യു സാർ. സുരഭി അയാളെ ഒന്ന് തൊഴുതു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.